breaking through the eastern hills, just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. In this dance, we got the whole world at our feet. We'll take our time, yeah, we'll be who we wanna be. Under this sky, I'm so alive when you're with me. This open door, this empty page for the heart set free. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. കാരുണ്യവാനായ കർത്താവേ, വിവാഹ ജീവിതത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്താൻ അങ്ങ് തിരഞ്ഞെടുത്ത അമ്മൂനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവാഹം എന്ന കുദാശ സ്വീകരിക്കുന്നതിൻ്റെ പ്രധാന ചടങ്ങായ മനസ്സമ്മതം എന്ന കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവളെ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ചെയ്യണമേ. പരസ്പര സ്നേഹം, ബഹുമാനം, വിധേയത്വം, വിശ്വസ്തത എന്നിങ്ങനെ തിരുക്കുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സുഹൃതങ്ങളാൽ അമ്മുവിൻ്റെ ഭാവി കുടുംബജീവിതത്തെ ധന്യമാക്കണമേ. കർത്താവെ, മനസ്സറിവോടും ഉറച്ച ബോധ്യത്തോടും കൂടി എടുക്കുന്ന തീരുമാനം മരണം വരെ സന്തോഷത്തോടെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഇവളെ ശക്തമാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുകൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ അറിഞ്ഞ മറിമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദൈവത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. We rule the world, just you and I. To let me down, we walk the line. But none of things go wrong, I'll take a shot for you. Give me your love, give me clouds, never let you go. Give me your love, give me clouds, never let you go. Give me your love. Give me your love. Never let you go. We get lost, we can get high. Because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. To let me down, we walk the line. But none of things go wrong, I'll take a shot for you. Give me your love, give me clouds,
അരുൺ, അനറ്റ്, അരുണിൻ്റെയും അനറ്റിൻ്റെയും മാതാപിതാക്കൾ, അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. പ്രിയമുള്ളവരെ, നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്നാണ് നമുക്കിങ്ങനെയൊരു മാറ്റമൊക്കെ വന്നത്. പള്ളി നിറച്ച് ആളുകളോടുകൂടി വലിയൊരു ആഘോഷമായിട്ടൊക്കെ നടത്തണം എന്ന വലിയ ആഗ്രഹമൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ തിരുക്കർമ്മം നടത്തുകയാണ്. മനസ്സമ്മതത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അരുണും അനറ്റിനും അറിയോ എന്താ? ഓക്കെ. തിരുസഭയെ സാക്ഷി നിർത്തി തിരുസഭയുടെ മുൻപിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സമ്മതിക്കുന്നു. തിരുസഭയുടെ മുൻപിൽ ഞങ്ങൾ ഒരു കുടുംബജീവിതം, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കുടുംബജീവിതം ആരംഭിച്ചു കൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു നിമിഷമാണ് ഈ മനസ്സമ്മതം എന്ന് പറയുന്നത്. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസഹാക്കിന്റെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട റബാക്കയെയും അനുഗ്രഹിച്ച ദൈവമേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുൻപിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രപഞ്ച സൃഷ്ടാവിൻ അത്യുന്നതൻ മഹോന്നതൻ സൃഷ്ടിജാലബന്ധങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റിനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവേശാനി പരിശുദ്ധൻ ബലവാനേ പരിശുദ്ധൻ നിത്യനാഥൻ പരിശുദ്ധൻ നിത്യനാഥൻ കേൾക്കണം.
ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസിന്റെ ലേഖനം അധ്യായം 3 ഗുരു ആശീർവദിച്ചാൽ. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്തവരുടെ വാക്കുകൊണ്ടല്ല, ഭാര്യയുടെ ആദരവ് തന്നെ നല്ല പെരുമാറ്റം കൊണ്ട് അവർ മാനസാന്തപ്പെടാൻ ഇടയാകണം. ബാഹ്യമോടിക്ക് വേണ്ടി മുടി പിന്നുകയോ സ്വർണ്ണാഭരണങ്ങൾ അണിയുകയോ വിശിഷ്ട വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യരുത്. അലങ്കാരമെല്ലാം ആന്തരികമായിരിക്കണം, അത് മനുഷ്യന്റെ ഹൃദയത്തിലായിരിക്കണം. അതായത് സൗമ്യവും ശാന്തവുമായ ആന്തരിക പ്രകൃതി, അത് അക്ഷയമാണ്. അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ദൈവത്തിൽ പ്രതീക്ഷർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചത് അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിൽ ജീവദാനം അഗ്രഹിക്കും. തുല്യാവകാശം എന്ന നിലയിൽ അവളെ ബഹുമാനിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കോ തടസ്സമൊന്നും സംഭവിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായെ ക്രിസ്തുവേ, വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം. ദൈവം തിരുമൊഴികൾ കേൾക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സത്യപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6:25 മുതലുള്ള വാക്യങ്ങൾ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനങ്ങളെ ഒരുക്കുന്ന ഈ ദാസനെ കരുണയുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിനുള്ള കൃപ അവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസങ്ങളുടെ ശുദ്ധിയിലും അധിഷ്ഠിതമായ വളർച്ച നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമശീലം മനസ്സിലാക്കി വിവാഹത്തിൽ പ്രവേശിക്കുവാൻ ഇവരെ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നമ്മുടെ ഉത്തരയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിവാഹ വാഗ്ദാനത്തിന്റെ സമയമാണ്. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. അരുൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അനറ്റിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അനറ്റ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അരുണിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മല വധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർ യൗസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശിരസ് നമിച്ച് നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുന്നവനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു പാരാതെ. ഞങ്ങളിൽ പാപമേശായ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവർ തീവ്രമായ തിങ്ങും കാരുണ്യം കൊള്ളുവാൻ
അർപ്പിച്ചു നിന്നെ ആശ സർവ്വവും ലേശം ലജ്ജിക്കത്തില്ല ഞാൻ, ലേശം ലജ്ജിക്കത്തില്ല ഞാൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീകവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുക. സത്യമാണാള
purely the plan of Almighty God. So let's start the ceremony with a great song by Little Children. I feel the state is incomplete without your families, the reasons behind what you have today and what you are today. Let me invite the parents of Arun, Mr. T.A. Jacob and Mrs. Rosalie Jacob onto the stage. Let me now invite the parents of Annette, Mr. C.P. Augustine and Mrs. Annie Augustine onto the stage. The Arun's sister Zoe and her family onto the dais. Siblings and their families onto the stage. I'm sure many of you might know Annette had a personally. However, as a woman, when we eagerly should hire Bloom and their families. To start with Arun, he hails from Kakavelli family in Chennai. He is working as assistant manager in profession His father, Mr. T.A. Jacob, is a businessman, and mother, Mrs. Rosalie Jacob, is a homemaker. Arun's sister Soni and her husband Vinod are software professionals working in Bangalore. They are blessed with 2 kids. About Annette, she hails from Shirati family. She is a software professional in Information Technologies, Coimbatore. Her father, Mr. C.P. Augustine, is an advocate, and mother, Mrs. Annie Augustine, is a retired professor. Annette has got 2 elder sisters and a young brother. Myself, Anju, Annette's elder sister, and my husband G are assistant professors. Annette's second sister Anu is an HR professional, and her husband Swarup is a businessman in Bangalore. Our younger brother Anu is a software professional. Now, moving on to the candle lighting ceremony, may I request both bride and groom to step forward to light the candle. I request the parents of Annette to move forward to light up the candle to wish them a bright future ahead as shining as this candle. Now I request the parents of Arun to light the candle as promised to be with them in a good and bad times. May I
both of you on your betrothal. I wish you a lifetime of joy, love and happiness. We pray to the Lord Almighty to shower His blessings upon you in your journey. May God bless you. Thank you. I invite Nilanji for a felicitation. Congratulations for wanting and announcement on your betrothal. Thank you. Thank you, Milan. On this lovely occasion, on behalf of everyone gathered here, I wish you all the success and a rocking life together. All the best. Thank you so much, everybody, for gracing this occasion with your presence. Lunch is being served and enjoy the sumptuous meal. तू ही है मेरी जिंदगी, तू ही है मेरी आशिकी, तू ही है मेरी हर खुशी ओ साथिया। हर जगह चेहरा तेरा ख्वाबों में है जा मिला, कल रात के जज्बातों में मेरे माहिया। बहका मैं बहका जानिया, छड़ के तू जावेगी किथे माहिया। बहका मैं बहका जानिया, छड़ के तू जावेगी किथे माहिया। दिल ये कहता है कि तुमसे प्यार है, तुमसे मिलने को दिल बेकरार है। दिल ये कहता है कि पहला प्यार है, तुमसे मिलने को दिल बेकरार है। വാനിലെ തെളിയണ താരകമാണോ നീ, ഉയിരിലെ ഒഴുകണ നിറനദിയാണോ നീ, കരുണനെ ഉതിരണ ഹിമഗണമാണോ നീ, എരുതരെ വരുമൊരു കനവിഴയാണോ നീ। तुमको मिलने को तड़पता दिल ये है रोज मेरा, तुमको किसी और से ज्यादा चाहा। कुछ तो नाराजगी है ये दिल की आवारगी, सपनों में हार गया जग सारा। मेरा जग तेरा है, तुमसे आ जुड़ा, तुझसे ही गुजरे है दिल का रास्ता। दिल ये आवारा क्यों भटका जा रहा, दिल ये बेचारा जो तुमसे जा मिला। दिल ये कहता है कि तुमसे प्यार है, तुमसे मिलने को दिल बेकरार है। दिल ये कहता है कि पहला प्यार है, तुमसे मिलने को दिल बेकरार है। ഓള് ഓള് കണ്ണു തുറന്ന് കൽബ് മിടിച്ച് മുന്നിലോളുണ്ട്,
അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. मैं रहूं या ना रहूं, तुम मुझ में कहीं बाकी रहना। मुझे नींद आए जो आखिरी, तुम ख्वाबों में आते रहना। बस इतना है तुमसे कहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना। मैं रहूं या ना रहूं, तुम मुझ में कहीं बाकी रहना। किसी रोज बारिश जो आए, समझ लेना बूंदों में मैं हूँ। सुबह धूप तुमको सताए, समझ लेना किरणों में मैं हूँ।